പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ഹൃദ്രോഗ ചികിത്സയ്ക്കായി എത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചെന്ന് ബന്ധുക്കളുടെ ആരോപണം. മുന്നറിയിപ്പുകൾ ഇല്ലാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുവെന്നും വീട്ടിലെത്തിയതോടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്നും ബന്ധുക്കൾ. സംഭവത്തിൽ ഡോക്ടറെ തടഞ്ഞുവെച്ച് പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവെന്നുള്ള പരാതി ഉയരുന്നത്. അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത ഹൃദ്രോഗത്തിന് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ യുവാവ് അവിടെ നിന്നും തിരികെ വീട്ടിലെത്തുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അത് ചികിത്സാ പിഴവ് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറെ തടഞ്ഞു വെച്ചുള്ള പ്രതിഷേധം ആശുപത്രിയിൽ നടക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ മരിച്ച യുവാവിൻ്റെ ബന്ധുക്കൾ ഡോക്ടറെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഹൃദ്രോഗ ചികിത്സയ്ക്കെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നെഞ്ചുവേദന വന്ന് ചികിത്സയ്ക്കെത്തിയ മലമ്പുഴ ആനക്കൽ സ്വദേശി സനിൽ നാരായണൻ എന്ന 47-കാരനാണ് മരിച്ചത്. 24-നാണ് നെഞ്ചുവേദന വന്ന് ഈ യുവാവ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. 3 ദിവസം ICUവിൽ കിടത്തി ചികിത്സ നൽകി. 4-ാം തീയതി ആൻജിയോഗ്രാമിന് നിർദ്ദേശം നൽകുകയായിരുന്നു. മുന്നറിയിപ്പുകളില്ലാതെ ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തെന്നാണ് പരാതി. പിന്നാലെ വീട്ടിലെത്തിയ സനിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും ബന്ധുക്കൾ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു ഡോക്ടറെ തടഞ്ഞു വെച്ചവർ ഇത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുന്നത്. ഈ കൃത്യമായ ചികിത്സാ പിഴവ് തന്നെയാണ് ഈ മരണത്തിന് കാരണം എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു പരാതി? എന്താണ് ഈ ചികിത്സാ പിഴവ് തന്നെയാണ് മെയിൻ ഇത് ആരോപിക്കുന്നത്. ഇവര് ഡിസ്ചാർജ് ചെയ്തത് ശരിയായില്ല എന്നാണ് ഇപ്പം നമ്മുടെ നിഗമനം. ചികിത്സയ്ക്ക് എത്തിയിട്ട് വ്യാഴാഴ്ച അല്ലെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഇവിടെ വന്ന് 2 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിലോട്ട് പോയതാണ്. വീടെത്തിയത് ആള് കുഴഞ്ഞു വീണ് മരിച്ചു. കേൾക്കാമെങ്കിൽ അവിടെ ഡോക്ടർ തന്നെ നിൽപ്പുണ്ടല്ലോ. ഡോക്ടർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? അതൊന്നും അറിയാണ്ടല്ല ഇവരോട് സോൾവ് ചെയ്യണം പ്ലീസ്. 2 ദിവസം ICUലായിരുന്നു. ഇവിടെ പനി പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. പനി പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ECG എടുത്തപ്പോൾ ECG വേരിയേഷൻ ഉണ്ട് പറഞ്ഞു. നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് പറഞ്ഞു. സൈലന്റ് അറ്റാക്ക് ആണ് പറഞ്ഞു. സൈലന്റ് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തിനെ അവിടെ കൊണ്ട് ICUയിൽ കൊണ്ട് കടത്തി. ലെവലാവണില്ല, ECG ലെവലാവണില്ല പറഞ്ഞ് നിർത്തി. 1.5 ദിവസം ICUയിൽ കിടന്നു. 1.5 ദിവസം ICUയിൽ കിടന്നിട്ട് ഒരു ദിവസം വാർഡിലും കിടന്നു. ഒരു ദിവസം ഇവിടുന്ന് വാർഡിൽ നിന്ന് ഇവിടുന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളിനെ ഡിസ്ചാർജ് ചെയ്യണം പറഞ്ഞ് രാവിലെ ഡിസ്ചാർജ് പേപ്പർ എഴുതി കൊടുക്കും. എന്നാലും 3 മണിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് പേപ്പർ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് 3 മണിക്ക് 4 മണിയാകുമ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് കെട്ടുമുറപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ചികിത്സ വൈകിപ്പിച്ചു എന്നത് മാത്രമല്ല, ഒരു രോഗിനെ ഒരു ഡോക്ടർ നോക്കുക. ഇത് പഠിക്കാൻ വന്ന പിള്ളേർ എല്ലാവരും വന്നിട്ട് പല മറ്റേ മരുന്നിന്റെ കാര്യങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തതിന്റെ അർത്ഥം എന്താണ്? ഡിസ്ചാർജ് എഴുതി നൽകിയത് ഉൾപ്പെടെ വീഴ്ച പറ്റി. ഡിസ്ചാർജ് സഹോദര, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഡിസ്ചാർജ് എഴുതുക പറഞ്ഞ് രാവിലെ എഴുതി തരും. ഇവർ അർജന്റായിട്ട് വൈകി പിടിച്ച് വൈകുന്നേരമാണ് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വൈകുന്നേരമാണ് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ട് ആ ഡിസ്ചാർജ് നിങ്ങൾ പോയിക്കോളിയും പറഞ്ഞു. കാരണം അവൻ്റെ ഭാര്യ ആ രാത്രി എവിടേക്കും പോകാൻ, ആ നേരത്ത് പോകാൻ പറ്റില്ല, വണ്ടിയിൽ ഒറ്റയ്ക്ക് ഓട്ടോയിൽ വിളിച്ചിട്ട് ആളിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഹൃദ്രോഗിയായുള്ള ആളിനെ കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഇവിടെ കടന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ആകുമ്പോൾ വെളുപ്പിനെ ആകുമ്പോഴാണ് ആശുപത്രി വെച്ചിട്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഒന്നുമല്ല, ഇതിലിപ്പോ ECG എടുത്തിട്ട് 2 പേപ്പർ കാണുള്ളൂ. ECG എടുത്തിട്ട് 2 പേപ്പർ കാണുള്ളൂ. മൊത്തം 7 ECG അങ്ങോട്ട് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. 7 ECG എടുത്തിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വേരിയേഷൻ കണ്ടില്ല പറഞ്ഞ് കുഴപ്പമില്ല പറഞ്ഞ് ഇതാക്കി. ഇവർക്ക് പറ്റില്ല പറഞ്ഞാണ് നമുക്ക് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അവര് ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? വീട്ടിലല്ലേ സഹോദരൻ, ഇവിടെ തന്നെ ഉണ്ടായത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് വയ്യാണ്ടായിട്ട് വന്നു. ഒരു പനി പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്. ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പനീൻ്റെ കാര്യം നോക്കി അങ്ങനെ ECG എടുത്തപ്പോൾ ECGയിൽ വേരിയേഷൻ ഉണ്ട് പറഞ്ഞു. ECG വേരിയേഷൻ ഉണ്ട് പറഞ്ഞു 24-ാം തീയതി. അത് കഴിഞ്ഞ്
2 ദിവസം ഇവർ ഇവിടെ തന്നെയായിരുന്നു. ആ 2 ദിവസക്കാരെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ വീണ്ടും ECG എടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ 24-ാം തീയതി ഞാൻ ഇവിടെ ഈ നമ്മുടെ സനീൻ്റെ ഭാര്യൻ്റെ ഇപ്പോൾ ആരുമില്ല പറഞ്ഞിട്ട് ഏട്ടാ ഒന്ന് വരുമോ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഈ മെഡിക്കൽ ലാബിൽ വന്നു, എന്തോ സാമ്പിൾ കൊടുത്തിട്ട് പറഞ്ഞിട്ട്. ഏതായാലും ബന്ധുക്കളുടെ പ്രതിഷേധമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതിയുമായിട്ടാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ രംഗത്ത് എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഈ ഡിസ്ചാർജ്, അതായത് ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ ഹൃദ്രോഗമുള്ള വ്യക്തിയെ പെട്ടെന്ന് തന്നെ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അത് വലിയ ചികിത്സാ പിഴവാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്പസമയം മുൻപ് വരെ ഈ ഡോക്ടറെ തടഞ്ഞു വെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു ബന്ധുക്കളുടെ നേതൃത്വത്തിൽ. പോലീസിൽ ഏതായാലും ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് നീതി തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഏതായാലും ഈ മരിച്ച 47-കാരനായ സനൽ എന്ന യുവാവിൻ്റെ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. അത് അരുണാലത്തൂർ ഒരു കാര്യം കൂടി, ആ ബന്ധു പറയുമ്പോൾ ആശുപത്രിയിൽ നിന്നും പോയിരുന്നില്ല, ഡിസ്ചാർജ് വൈകിട്ട് എഴുതി കൊടുത്തു, രാത്രി ആയതുകൊണ്ട് പോയില്ല, പിറ്റേന്ന് ആണ് പോയത്. അപ്പോൾ മരണം ആശുപത്രിയിൽ വെച്ചാണോ അതോ യാത്രക്കിടയിലാണോ? അക്കാര്യത്തിലൊരു വ്യക്തത കൂടി അരുണാലത്തൂർ. വിനോദ്, ഈ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് പോകുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു ഹൃദ്രോഗമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ഡിസ്ചാർജ് നൽകുന്നത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ കൂടുതൽ ചികിത്സയ്ക്ക് ആൻജിയോഗ്രാമിന് ഉൾപ്പെടെ എഴുതി നൽകുന്നു, അതിനുശേഷം പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഇത്രയും ഗുരുതരാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഡിസ്ചാർജ് അനുവദിച്ച് ഇവിടെ നിന്നും പറഞ്ഞയച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവർ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത് വലിയ ചികിത്സാ പിഴവാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ ഉൾപ്പെടെ ഇവരുമായി സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്, പക്ഷേ അതല്ലാതെ ഒരു പിഴവ്, ചികിത്സാ പിഴവ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. തീർച്ചയായും ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഡോക്ടറുടെ പ്രതികരണം നമ്മൾ തേടിയെങ്കിലും ഡോക്ടർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ചികിത്സാ പിഴവ് മൂലമാണ് യുവാവ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗം മൂലം മരിക്കാനുണ്ടായ സാഹചര്യമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വലിയ പ്രതിഷേധം, ആശുപത്രിയിൽ ഡോക്ടറെ തടഞ്ഞു വെക്കുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിക്കുന്നു. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം ഇനി വരേണ്ടതുണ്ട്. വിവരങ്ങൾ തത്സമയം നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.